കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി. സ്ത്രീപീഡനവും അല്ലെങ്കിൽ സ്ത്രീപീഡന പരാതികളും അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഉയരുമ്പോൾ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്ക് പാത്രമായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കൃത്യമായി പറഞ്ഞാൽ BJPയിലേക്ക് ഓടാൻ പോകുന്ന ഒരു കോൺഗ്രസ് MPയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഇതോടൊപ്പം തന്നെ നേതാക്കന്മാർക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടണമെങ്കിൽ നേതാക്കന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങണമെന്നുള്ള അവരുടെ മഹിളാ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ AICCയുടെ അത്ര തലത്തിൽ പ്രവർത്തിച്ചിരുന്ന പല വനിതാ നേതാക്കന്മാരും പരസ്യമായി തന്നെ പ്രതികരിക്കുമ്പോൾ വലിയ തോതിലുള്ള നാണക്കേടിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇപ്പോഴിതാ ഇവരിത് സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ നടത്തുന്ന പല സമര കോലാഹലങ്ങളും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്ക് കളമൊരുക്കിയിട്ടുണ്ട്. ഇല്ലാത്ത കഥകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിനെതിരെയും മറ്റും നടത്തുന്ന ആക്രമണങ്ങളെ ഒരു തരത്തിൽ നീതീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും എല്ലാം പറയുന്നുണ്ട്. ഇതേ പാത കണ്ടിട്ടാണോ എന്നറിയില്ല, കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിൻ്റെ നേതൃത്വത്തിൽ നാടെങ്ങും ആക്രമണം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം കണ്ടതുപോലെ തന്നെ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം നടന്നു വരികയായിരുന്നു. ഇതിനിടയിൽ ഓരോ പ്രദേശത്തും വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പുകളും മറ്റും നടന്നു. പലയിടത്തും SFI ഒക്കെ വലിയ തോതിലുള്ള വിജയം എല്ലാം കൈവരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് കേരള സർവകലാശാലയുടെ തെരഞ്ഞെടുപ്പ്, സെനറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടെണ്ണൽ നിർത്തിച്ചുകൊണ്ടുള്ള KSUക്കാരുടെ ആക്രമണം മൂലമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് സെനറ്റ് തെരഞ്ഞെടുപ്പിലും പരാജയം ഭയന്ന് ആക്രമണം അഴിച്ചുവിട്ട KSUവിൻ്റെ ഈ ഒരു നീക്കം, വലിയ തോതിലുള്ള ആക്രമണം നടന്നിട്ടുള്ളത്. ആക്രമണത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന 4 ജീവനക്കാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് KSUക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അതായത് അറസ്റ്റ് ചെയ്ത് നീക്കിയ അക്രമികളെ പാളയത്ത് വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി മോചിപ്പിച്ചതല്ല എന്നല്ല നമ്മൾ TV ചാനലുകളിലൂടെ കണ്ടതാണ്. സെനറ്റിൽ വിജയിക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് KSUവിൻ്റെ വലിയ തോതിലുള്ള ആക്രമണം നടന്നത്. വോട്ടെണ്ണൽ രീതി അനുസരിച്ച് വനിതാ സംവരണ സീറ്റുകൾ ആദ്യം എണ്ണണം എന്നുള്ളതാണ്. ഈ ആവശ്യം SFI മുന്നോട്ട് വെച്ചു. ഇങ്ങനെ ഇത്തരത്തിൽ വനിതാ സംവരണ സീറ്റുകൾ ആദ്യം എണ്ണണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചത്. സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് ഏവറിന്റെ നേതൃത്വത്തിൽ 16 ബാലറ്റ് പേപ്പറുകൾ ഇവർ വലിച്ചു കീറി എറിഞ്ഞു. ഇതോടെ വോട്ടെണ്ണൽ താൽക്കാലികമായി നിർത്തിവെച്ചതായും തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതായും രജിസ്ട്രാർ അറിയിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരായ S കിരൺ, മനു സതീഷ്, അരവിന്ദ് S, പപ്പു എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. സെക്ഷൻ ഓഫീസറായിരുന്ന നിമിഷ ഇബ്രാഹിമിനെ KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ വനിതാ പോലീസുകാരും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന അക്രമികളെയൊക്കെ കുറച്ചെങ്കിലും പിടിച്ചു മാറ്റാൻ സാധിച്ചത്. വോട്ടെണ്ണൽ നടക്കുന്നതിനിടെ ഇടിവള ഊരി അടിക്കാൻ തയ്യാറെടുക്കുന്ന KSU നേതാവിൻ്റെ ദൃശ്യമടക്കം ചേർത്തുകൊണ്ട് ജീവനക്കാർ പോലീസിൽ നേരിട്ട് പരാതി നൽകി. സെനറ്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്ന ലക്ഷ്യത്തിലാണ് KSU മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കിയതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷവും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ KSU ആക്രമണം പ്രതിഷേധാർഹമാണെന്ന് കേരള സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് G നായരും സെക്രട്ടറി AS സജിത്കാരും അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് KSUവിൻ്റെ ആക്രമണം മുന്നോട്ട് നീങ്ങിയത്. ഓഫീസ് രേഖകൾ, അതുപോലെ തന്നെ ബാലറ്റ് പേപ്പറുകൾ, അന്നുവേണ്ട റെക്കോർഡുകൾ മുഴുവൻ ഇവർ വലിച്ചു കീറി നശിപ്പിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. വനിതാ ജീവനക്കാരെ അടക്കം മർദ്ദിച്ചതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ കേരള സർവകലാശാല എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കാര്യവട്ടം ക്യാമ്പസിലും പാളയത്തെ സർവകലാശാല ആസ്ഥാനത്തേക്കും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സെനറ്റ് തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കിയതിനും ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതിനുമെതിരെ സർവകലാശാല രജിസ്ട്രാർ, പോലീസ് മേധാവി എന്നിവർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും വളരെ തോതിലുള്ള വിമർശനത്തിനും എല്ലാം കാരണമായിട്ടുണ്ട്. കാരണം ഈ ജീവനക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് തെറ്റാണ് ചെയ്തത്, ഇതിൻ്റെ ഭരണാധികാരികളായി ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ആ ചട്ടങ്ങൾ അനുസരിച്ച് പെരുമാറുന്നതിനും ഈ KSUക്കാരെ വിലക്കുന്നത് എന്താണ്? KPCC സംസ്ഥാന പ്രസിഡന്റ് K സുധാകരന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തികളാണ് ഇതെന്ന് തന്നെയാണ് വിമർശകർ പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ KSUക്കാർ ഉണ്ട തിന്നുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്.